Hi all, welcome to Competitive Cracker. This is me, Alfin Abdul Salam. ഓഗസ്റ്റ് 20 നമ്മളെല്ലാവരും കാത്തിരുന്ന HSAയുടെ പരീക്ഷ എത്തുകയാണ്. HSA ഇംഗ്ലീഷ് ഒരുപാട് നാളത്തെ പ്രിപ്പറേഷന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്ത് അന്ന് മുതൽ ശക്തമായ പഠനം ആരംഭിച്ച് ഈ ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ നമ്മളെ വെക്കേഷൻ ബാച്ചിൽ നമ്മൾ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോയി വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ചധികം നാളുകളായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന പരീക്ഷയാണ്. എന്നാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനമായി കഴിഞ്ഞിരുന്നു. ഓഗസ്റ്റ് 20 എക്സാം വരികയാണ്. ഇനിയുള്ള സമയം എങ്ങനെ പഠിക്കാൻ സാധിക്കും? ഇനി വരാൻ പോകുന്ന 60 ദിവസം അല്ലെങ്കിൽ ഏകദേശം 60-ന് മുകളിലുള്ള ആ ദിവസങ്ങൾ എങ്ങനെ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും? ഇനി പഠിച്ചാൽ നമുക്ക് കവറപ്പ് ചെയ്യാൻ സാധിക്കുമോ? ആദ്യ സ്വപ്ന റാങ്കുകളിലേക്ക് എത്തിച്ചേരാൻ ഇത്രയും ദിവസം മാത്രം മതിയോ എന്നാലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ മുൻപിലേക്കാണ് ഈ ഒരു എക്സാം ഡേറ്റ് എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ 60 ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ടത്? 60 ദിവസം മതി നമുക്ക് HSA കൈക്കലാക്കാൻ വേണ്ടിയിട്ട്. കാരണം പരീക്ഷയോടടുപ്പിച്ചുള്ള അവസാന ഘട്ട പ്രിപ്പറേഷനാണ് എന്തിനേക്കാട്ടിലും ഏറ്റവും മൂല്യമുള്ളത്. ആദ്യ കാലം മുതൽ തന്നെ തുടർച്ചയായിട്ടുള്ള ഇൻഡെപ്ത് പഠനം നടത്തി വരുന്നവരോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് 60 ദിവസത്തെ ക്രോഡീകരിച്ച പഠനം മതി. അതിനാദ്യം നമുക്ക് സിലബസിനെ മനസ്സിലാക്കാം. 8 മൊഡ്യൂളുകളിലായിട്ടാണ് പേപ്പർ 2-ൻ്റെ സിലബസ് ഉള്ളത്, അഥവാ ജനറൽ പേപ്പർ അല്ലാതെ നമ്മുടെ സബ്ജക്റ്റ് പേപ്പറിൻ്റെ സിലബസ് ഉള്ളത്. ഈ സിലബസിൽ നിങ്ങൾ എവിടെയൊക്കെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 80 മാർക്കുകൾ നമുക്കിവിടുന്ന് എങ്ങനെയാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്ന് നോക്കിയേ. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ഏതൊക്കെയാണ്? മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 പോയട്രി, ഡ്രാമ, പ്രോസ് ആൻഡ് ഫിക്ഷൻ. ആദ്യത്തെ ഈ മൊഡ്യൂളുകളിൽ നിന്ന് നമുക്ക് 35 മാർക്കുകൾ ലഭിക്കും. 35 മാർക്കുകൾ, അതായത് മുഴുവൻ എത്രയാണ്? 80 മാർക്കിലാണ് നമ്മളുടെ പേപ്പർ 2. അതിൽ 35 മാർക്ക്, ഏകദേശം 50% മാർക്കുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആദ്യത്തെ ഈ 3 മൊഡ്യൂളുകളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിട്ടിസിസത്തിൽ നിന്നും മാക്സിമം നമുക്ക് ലഭിക്കാൻ പോകുന്നത് 5 മാർക്കുകളാണ്. ലിംഗ്വിസ്റ്റിക്സിൽ നിന്നും 10 മാർക്ക്, മോഡേൺ ഇംഗ്ലീഷ് യൂസേജിൽ നിന്നും 10 മാർക്ക്, ഗ്രാമറിൽ നിന്നും 10 മാർക്ക്, മെത്തഡോളജിയിൽ നിന്നും 10 മാർക്ക്, 40 മാർക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഈ 80 മാർക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പഠിക്കുക. നമ്മൾ എത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അറിവിലേക്ക്, നമ്മുടെ ബോധ്യത്തിലേക്ക് നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിലേക്ക് കൊണ്ട് എത്തിക്കുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ളൊരു പഠനം കൊണ്ട് മാത്രമേ നമുക്ക് 60 ദിവസത്തെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ? പഠനത്തിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ 35 മാർക്കുകൾ എന്ന് പറയുമ്പോൾ കഥയും കവിതയും നാടകവുമാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ എവിടുന്നെല്ലാം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവിടുത്തെ ചോദ്യങ്ങളെ കേന്ദ്രീകരിച്ച് പിന്നിലേക്ക് പഠിച്ചു തുടങ്ങുക. ചോദ്യം എടുക്കുക, ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുക, ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഘടകങ്ങളെ നമ്മൾ പഠിച്ചു പോവുക. ഇപ്പോൾ മാക്ബത്തിൽ നിന്നൊരു ചോദ്യമാണെങ്കിൽ, മാക്ബത്തിലെ ഒരു ക്യാരക്ടറിനെ പറ്റിയുള്ള ചോദ്യമാണെങ്കിൽ ആ ക്യാരക്ടറിനോട് ആ സിറ്റുവേഷനിൽ അടുത്ത് നിൽക്കുന്ന മറ്റ് ക്യാരക്ടേഴ്സിനെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പോയട്രി എടുക്കുകയാണ്, ലെറ്റ്സ് സേ ഡാഡി നമ്മൾ എടുക്കുകയാണ്, സിൽവിയ പ്ലാത്തിനെ പറ്റിയുള്ളത് നമ്മൾ ഡാഡി എടുക്കുകയാണ്. ഡാഡിയുടെ പോയം നമ്മൾ എടുക്കുന്നു. മൊത്തം എത്ര സ്റ്റാൻസുകൾ, റൈറ്റിംഗ് സ്റ്റൈൽ എന്ത്, ഓതർ ആര്, ഓതറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത്. ഡാഡിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അതിലെ സൈക്കോലജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഓരോ കവിതയുടെയും പ്രത്യേകത അനുസരിച്ച് അല്ലെങ്കിൽ കൃതിയുടെയും പ്രത്യേകത അനുസരിച്ച് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി ആ ചോദ്യങ്ങളിൽ നിന്നും ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഏരിയാസിലേക്ക് സ്പ്രെഡ് ചെയ്ത് പഠിക്കുക.
ഡ്രാമയും പ്രോസ് ആൻഡ് ഫിക്ഷനും അങ്ങനെ തന്നെ 35 മാർക്കുകൾ നമുക്ക് അവിടെ ലഭിക്കും. ക്രിറ്റിസിസം വളരെ ടഫായിട്ടുള്ള സാധനമാണ്, പക്ഷേ നമ്മളതിന് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. കാരണം അവിടെ നമുക്ക് കിട്ടുന്ന ആകെപ്പാടെ 5 മാർക്കാണ് അല്ലേ. ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ ചോദ്യോത്തരങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് എക്സാമുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നമുക്ക് ലിംഗ്വിസ്റ്റിക്സിനെ പൂർണ്ണ മാർക്കുകളും 10 മാർക്കുകളും നമുക്കവിടെ ക്ലാരിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്, ഗ്രാമർ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റു PSC പരീക്ഷകൾക്കും എല്ലാം ചോദിക്കുന്ന 2 മൊഡ്യൂളുകളാണ് ഇവ രണ്ടും. ഇത് രണ്ടിൽ നിന്ന് നമുക്ക് ഏകദേശം എത്രയാണ് 18 മാർക്കുകൾ വരെ നമുക്കത് സെക്യൂർ ചെയ്യാൻ പറ്റും. മെത്തഡോളജിയിൽ നിന്നുള്ള 8 മാർക്കുകളും കൂടെ നമുക്ക് കൃത്യമായ പഠനം കൊണ്ട് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട കൃത്യമായ പഠനം എന്ന് പറഞ്ഞാൽ ഇനിയും മെത്തഡോളജിയിലെ ടോപ്പിക്കുകൾ കടന്നു പോവുകയല്ല, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള മുൻപ് കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും പുതിയ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുമെന്നുള്ളത് മനസ്സിലാക്കി ആ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ ചോദ്യങ്ങൾക്ക് വേണ്ട പാഠഭാഗങ്ങളെ മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അങ്ങനെ പഠിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, എത്രയാണ് 8, 18, ഇവിടെ എന്താണ് 5 നമ്മൾ വിട്ട് കളയുന്നു, 35 നമ്മൾ 30 എടുത്ത് കളയുന്നു, എത്രയാണ് 18ഉം 8ഉം 26ഉം 30ഉം 56 മാർക്കുകൾ അവിടെ 80 മാർക്കിൽ തന്നെ നമുക്ക് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ 8 മാർക്കുകളും കൂടാകുമ്പോഴത്തേക്കിനും എത്രയാണ് 64 മാർക്ക് നമുക്ക് നേടിക്കഴിഞ്ഞിരിക്കുന്നു. 20 മാർക്ക് ജനറൽ പേപ്പറിൽ നിന്ന് 18 മാർക്കായി കഴിയുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കലി എത്രയാണ് 64ഉം 18ഉം ഓട്ടോമാറ്റിക്കലി നമുക്ക് എവിടേക്ക് എത്താൻ സാധിക്കും 82 മാർക്കുകളിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങളെ റാങ്കിലെത്തിക്കാൻ ഇത് മതി. 100% നിങ്ങൾ സ്കോർ ചെയ്യണ്ട. നമ്മൾ എന്താണ് 2-3 ചോദ്യങ്ങൾ നമ്മൾ തെറ്റിപ്പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും 82 മാർക്കുകളിലേക്ക് നമ്മളേക്ക് എത്തിക്കാൻ ഇങ്ങനെയുള്ള പഠനം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം എവിടെ കൊടുക്കണം, എന്തെല്ലാം എവിടെയൊക്കെ പഠിക്കണം എന്നുള്ള ബോധ്യം കൃത്യമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും, ഈ 82 മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ 35ൽ 30 മാർക്കുകൾ മനസ്സിലാക്കാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കഥാതന്തു പറഞ്ഞിരുന്നാൽ മതി. ഓതേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഏതൊക്കെ വർക്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇന്നത്തെ ക്യാരക്ടേഴ്സ് ആരൊക്കെ, മേജർ ഇൻസ്റ്റൻസസ് എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. 35ൽ 33 മാർക്ക് നിങ്ങൾക്ക് സുരക്ഷിതമാണ്. ക്രിറ്റിസിസം വളരെ ബേസിക് ആയിട്ടുള്ള ക്രിറ്റിസിസത്തിലാണ് ഫെമിനിസം, എലൈൻ ഷോൾഡർ, സെക്കൻഡ് വേവ് ഫെമിനിസം, അതേപോലെ തന്നെ മാർക്സിസം, അതേപോലെ തന്നെ പോസ്റ്റ് വാർ ലിറ്റററി തിയറി ഫോക്കസ് ചെയ്താൽ ഇവിടുന്ന് 2 മാർക്ക് ഉറപ്പാണ്. പോസ്റ്റ് വാർ ലിറ്റററി തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം, ഷേക്സ്പിയറിനെ പറ്റിയുള്ളൊരു ക്രിറ്റിസിസം, വിക്ടോറിയൻ ക്രിറ്റിസിസം 2 മാർക്കുകൾ ഉറപ്പാണ്. ഇത് 2 കവറും കൂടെ ചെയ്താൽ നമുക്ക് 4 മാർക്ക് ഉറപ്പായിട്ട് ഇവിടുന്ന് ലഭിക്കും. ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ മോർഫോളജി, ഫോണോളജി, സിൻടാക്സ്, സൊഷൂർ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ 7 മാർക്ക് അവിടുന്ന് ലഭിക്കും. ഇത്രയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 82 മാർക്കുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയാണ്. പക്ഷേ അവിടെയും നമ്മൾ ചോദ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് 82 മാർക്കുകളെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. എവിടെ നിന്ന് 100 മാർക്കിൽ നിന്ന് അല്ലേ. ആ 100 മാർക്കിലേക്ക് നമുക്ക് എത്തുവാനായിട്ടുള്ള ഏക വഴി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിൽ നിന്നും പിരിച്ചുള്ള അല്ലെങ്കിൽ പിന്തിരിഞ്ഞുള്ള പഠനം തന്നെയാണ്. അപ്പോൾ ഈ ഇന്ന ഭാഗങ്ങളിൽ ഏതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്താലാണ് നമുക്ക് എത്തുക എന്നുള്ളതിൻ്റെ ഒരു ഗ്ലിംസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നോക്കുക, ഇവിടെ നോക്കിയേ, നമ്മളെ 60 ദിവസത്തേക്കുള്ള ബാച്ചിൻ്റെ ടൈം ടേബിളാണിത്. എത്രയാണ് ആ 10 ദിവസം എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പ്രോസ് ആൻഡ് ഫിക്ഷൻ, 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 പ്രോസ് ആൻഡ് ഫിക്ഷൻ. ആദ്യത്തെ 4 ദിവസവും ഓരോ ചാപ്റ്ററിനും 1.5 മണിക്കൂർ വെച്ച് വിവിധ അധ്യാപകരാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ പാഠഭാഗത്തിലെയും ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളെ എടുത്തിട്ടാണ് നമ്മൾ എന്തിലേക്ക് എത്തുന്നത്, ക്ലാസ്സുകളിലേക്ക് എത്തിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് നമ്മളെ ജനറൽ പേപ്പർ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ആശാമിസിനെ പോലുള്ള വിദഗ്ധരായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവരുടെ കറണ്ട് അഫയേഴ്സ് മാത്രം മതി നിങ്ങൾക്ക് 20 മാർക്കിലെ കറണ്ട് അഫയേഴ്സ് മാർക്ക് മുഴുവൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും. അങ്ങനെ നമ്മൾ എന്താണ് പ്രോസ് ആൻഡ് ഫിക്ഷന് വേണ്ടി തന്നെ നമ്മൾ ആദ്യത്തെ 4 ദിവസം 3 മണിക്കൂർ വെച്ച് 3, 4, 12 മണിക്കൂറുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ്. റിവൈസ് ചെയ്യാനുള്ള കണ്ടൻറ്റ് തരികയാണ്. നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് തരികയാണ്. നിങ്ങൾക്ക് ഇനിയും പഠിക്കേണ്ട
കേഴ്സേഴ്സ് ടു സ്റ്റഡി നമുക്ക് തരികയാണ്. ബാക്കി റിവിഷന് വേണ്ടിയിട്ടുള്ള ടൈമും എക്സാംസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ 12 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം പ്രോസ് ആൻഡ് ഫിക്ഷൻ മനസ്സിലാക്കി പോയതിന് ശേഷം നമ്മൾ ഡ്രാമയിലേക്ക് കിടക്കുന്നു. മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് ബൂസ്റ്റർ ക്ലാസ്സുകൾ നമ്മൾ ഇടയ്ക്ക് വരുന്നു. ലിംഗ്വിസ്റ്റിക്സിലേക്ക് നമ്മൾ കിടക്കുന്നു. മോഡേൺ ഇംഗ്ലീഷ് ഗ്രാമർ യൂസേജിലേക്ക് കിടക്കുന്നു. കേട്ടോ, നമ്മൾ ഇവിടെ തന്നെ ആദ്യം തന്നെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് എന്തിലേക്കാണ്? ഡ്രാമയിലേക്കും പ്രോസ് ആൻഡ് ഫിക്ഷനിലേക്കുമാണ് അല്ലേ? നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡ്രാമയിലും പ്രോസ് ആൻഡ് ഫിക്ഷനിലുമാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 35 മാർക്കുകൾ നമുക്ക് അവിടെ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ വളരെ ക്രോഡീകരിച്ചിട്ടുള്ള 1.5 മണിക്കൂർ രാവിലെയും വൈകുന്നേരമുള്ള ക്ലാസ്സുകൾക്കപ്പുറത്തേക്കാണ്. അതായത് നിങ്ങളുടെ ദിവസം തുടങ്ങുന്നതും നിങ്ങളുടെ പഠനം അവസാനിക്കുന്നതും നമ്മുടെ ക്ലാസ്സുകളിലൂടെയാണ്, ചോദ്യങ്ങളുടെ ഡിസ്കഷൻസിലൂടെയാണ്. അതിനിടയ്ക്കാണ് നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനുള്ള സമയവും. അങ്ങനെ ഒരു ഫോക്കസ് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഞാൻ ഈ പറഞ്ഞ 82 മാർക്ക് മിനിമം 100-ൽ 82 മാർക്ക് നേടാൻ സാധിക്കും. 50-ഉം 56-ഉം 40-ഉം ഒക്കെയാണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് വന്നതെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കട്ട് ഓഫിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ 30% കൂടുതൽ വാങ്ങിക്കൊണ്ട് ആദ്യത്തെ റാങ്കുകളിലേക്ക് അടുക്കാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ ഇടുന്ന ഓരോ എക്സ്ട്രാ എഫേർട്ടും നിങ്ങളെ 82-ൽ നിന്നും 100-ലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു എഫേർട്ട് വിടാതെ നമ്മൾ ഈ സിസ്റ്റം തന്നെ ഫോളോ ചെയ്താലാണ് നമ്മൾ 82 മാർക്കുകൾ ഉറപ്പ് നൽകുന്നത് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ കണ്ടോ, ഇങ്ങനെ നമ്മൾ 10 ദിവസം കൊണ്ട് തന്നെ ഡ്രാമയുടെ തന്നെ എത്ര പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു, പ്രോസ് ആൻഡ് ഫിക്ഷനിൽ തന്നെ എത്ര നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള 60 ദിവസത്തെ പ്ലാനാണ് നമ്മൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ക്രോഡീകരിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ 82 മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ അടുക്കലേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം 60 ദിവസമായി 70 ദിവസമായി നമ്മളുടെ സിലബസ് ഇതുവരെ മാറിയിട്ടില്ല. പഠിക്കുന്ന ആളുകളുടെ എണ്ണം ഇനി കൂടില്ല. ഇനിയും പഠിക്കേണ്ട സിലബസ് മാറില്ല, പോർഷൻ മാറില്ല, പോർഷൻ കുറയില്ല, പോർഷൻ കൂടില്ല. നമ്മൾ ഓരോ സമയവും ഓരോ മിനിറ്റും നമ്മൾ മുമ്പോട്ട് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇനി ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള സമയം തന്നെയാണ്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന 1 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അത് നഷ്ടപ്പെടുത്താതിരിക്കുന്ന ഒരാൾ നിങ്ങളിൽ നിന്ന് വഹിച്ചു കൊണ്ടുപോകുന്ന മാർക്കുകൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുമ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ പറഞ്ഞിട്ടുള്ള മൊഡ്യൂളുകളിൽ 35 മാർക്കുകൾ ഇതിനുണ്ട്, 5 മാർക്ക് ഇതിനുള്ളൂ, 10 വെച്ച് എല്ലാത്തിനുമുണ്ട്. ഇവിടെ ഏത് നമ്മൾ പഠിക്കുന്നു, നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യാതെ ലിംഗ്വിസ്റ്റിക്സിൽ സ്പെൻഡ് ചെയ്യുന്ന 1 മണിക്കൂറായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ 5 മാർക്ക് നഷ്ടപ്പെടുത്തുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഇനി സമയമാണ്. സമയത്തെ എത്രത്തോളം ബുദ്ധിപൂർവം ഉപയോഗിക്കുന്നവനുണ്ടോ അവനുള്ളതാണ് ഇനി HSA ഇംഗ്ലീഷ് എന്ന സ്വപ്നം. എത്രത്തോളം മികച്ച രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ക്രോഡീകരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിൾ പാറ്റേൺ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയം. അങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ ഇത് ക്രോഡീകരിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടിയാണ് നമ്മളുടെ HSA പോരാട്ടം 2025 60 ഡേ ക്രാഷ് ബാച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളിലേക്ക് കാണിച്ച ടൈം ടേബിൾ നമ്മളുടെ ക്രാഷ് ബാച്ചിലേത് തന്നെയാണ്. അങ്ങനെ വളരെ ഷെഡ്യൂൾഡായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ടൈം ടേബിളും ഈ ടൈം ടേബിളിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും മികച്ച അധ്യാപകരുമാണ് HSIക്ക് വേണ്ടി HSI ഇംഗ്ലീഷിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പഠനം ക്രോഡീകരിക്കുവാനും ആ ക്രോഡീകരിച്ച സമയത്തിനെ വളരെ ചിട്ടയോടുകൂടി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും അതിന് വേണ്ട എല്ലാ സഹായങ്ങളുമായിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ തയ്യാറാണ്. എല്ലാം നിങ്ങളുടെ HSA സ്വപ്നത്തെ നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി മാത്രം. ഇനിയും ആലോചിച്ച് കളയാൻ നമുക്ക് സമയമില്ല. നമ്മളിപ്പോൾ തന്നെ പഠനം ആരംഭിച്ച് തുടങ്ങേണ്ടതാണ്. പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ മിനിറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കോമ്പറ്റീറ്റർ, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന, നിങ്ങളൊപ്പം പരീക്ഷ എഴുതുന്ന ഒരാൾ നിങ്ങളിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്ന മാർക്കുകൾ തന്നെയാണ്. അപ്പോൾ സമയം ഒട്ടും കളയണ്ട, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് നമ്മുടെ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോർഡ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ക്രാഷ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളുടെ ക്രാഷ് ബാച്ചിലേക്കുള്ള സ്ലോട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. നമുക്ക് ഒരുമിച്ച് ഈ HSA ഇംഗ്ലീഷ് എക്സാമിലേക്ക് നടന്നു കയറാം, ഹൈസ്കൂൾ അധ്യാപകരായിട്ട് പുറത്തെത്താം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അപ്ഡേറ്റ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ആസ്പിരൻറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. മീ അൽഫിൻ അബ്ദുൽ സലാം സൈനിങ് ഓഫ് ഫോർ കോമ്പറ്റിറ്റീവ് ക്രാക്കർ. താങ്ക് യു.